സുബ്ഹാനഹു വ തആല നമ്മോട് ഇത്രമാത്രം സ്നേഹിക്കുന്നു, നമുക്ക് ഇത്രയൊക്കെ തരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ 1000 നന്മകൾ നമ്മൾ മനുഷ്യർക്ക് ചെയ്തു കൊടുത്താലും മനുഷ്യ സഹജമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസമോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് അവനിൽ ഉണ്ടായി കഴിഞ്ഞാല് 1000 നന്മകളെ മറന്നുകൊണ്ട് ഈ ഒരൊറ്റ തെറ്റിന്റെ കാരണത്താല് നമ്മളെ ക്രോശിക്കുന്നവനും കൊട്ടിഘോഷിക്കുന്നവനുമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹ് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കണം, 1000 തിന്മകൾ നീ നിന്റെ റബ്ബിനോട് ചെയ്താലും നീ ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് നിന്റെ മനസ്സിൽ നീ കൊണ്ടുവരികയും നിറ കണ്ണുകളോടെ നീ നിന്റെ റബ്ബിലേക്കൊന്ന് കൈകൾ നീട്ടിയാല് ആ എത്ര വലിയ പാപമാണെങ്കിലും പുറത്തു തന്ന് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഇതാണ് പ്രിയമുള്ളവരെ പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ നഫ്സിനേക്കാള് നമ്മുടെ മാതാപിതാക്കളെക്കാട്ടിൽ എല്ലാവരെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രിയമുള്ളവരെ, അള്ളാനെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്, അള്ളാനെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന് മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട്, സന്താനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവകളെയെല്ലാം നിന്നിലേക്ക് തന്നതാരാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊന്നും തന്നില്ലായിരുന്നെങ്കിൽ നീ ഇവരെ സ്നേഹിക്കുമായിരുന്നു, ഇവരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നീ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ നിനക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്, നീ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത് ആദ്യം നിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിന്നെ പടച്ച നിന്റെ റബ്ബിനെയാണ് നീ സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കേണ്ടതാണ് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, 3 കാര്യങ്ങള് ഏതൊരുവനിലുണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 കാര്യം? അതിൽ 2 കാര്യം പറഞ്ഞു തരാം. ഒന്ന്, ഒരു മനുഷ്യന്റെ ജീവിതത്തില് അള്ളാഹു അവന്റെ റസൂലും അല്ലാതെ മറ്റാർക്കും സ്നേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന് ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമതായി പറഞ്ഞത് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അതിലും ഹലാവത്തൽ ഈമാന്, അതായത് നീ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവർ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ അവിടെ പാപം ചെയ്യുന്നു, ആ പാപം നമ്മൾ വെളിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ആ മനുഷ്യനെ രഹസ്യമായി വിളിച്ചിട്ട് അവനെ ഗുണദോഷിക്കണം, മോനെ അങ്ങനെ ചെയ്യല്ലടാ, ഇത് ചെയ്യല് തെറ്റാണ്, പാപമാണെന്ന് പറഞ്ഞ് അവന് ഉപദേശിച്ച് നേർവഴി കാണിച്ചു കൊടുക്കൽ. ഇതാണ് ഒരു മനുഷ്യനെ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കൽ ഇബാദത്താണ്, ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്നേഹിക്കലും ഇബാദത്താണ്. മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കലും കുട്ടികൾ മാതാപിതാക്കളെ സ്നേഹിക്കലും എല്ലാം ഇബാദത്ത് തന്നെയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവർ ഈ സ്നേഹത്തിന്റെ വിഷയം. ഈ സ്നേഹം നമ്മൾ എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേർപെട്ടു പോയാലും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വിഷമമുണ്ടാവുകയില്ല. കാരണം നമ്മൾ ഒരു മനുഷ്യനൊരു സഹായം ചെയ്തു, ആ സഹായത്തിന്റെ പ്രതിഫലം അവനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, മറിച്ചോ അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം പ്രിയമുള്ളവരെ. അപ്പോഴാണ് നമുക്ക് അതിന്റെ കൂലി ലഭിക്കുന്നത്. അല്ലാതെ ചില ആളുകളുണ്ട്,
ചില ആളുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതായത് നല്ല ഒറ്റ ചങ്ങാതിയായിട്ട് ഒറ്റ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. എങ്ങാണം മനുഷ്യ സഹജമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പിണക്കമുണ്ടായി അവര് പിരിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ചില ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹദീസ് തന്നെ, വലാ മന്നാനുൻ, അവർക്ക് പറയുന്ന പേരാണ് ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന. അവർക്കുള്ള നഷ്ടം എന്താണെന്നറിയുമോ? അതായത് സൗഹൃദമായിരുന്ന സമയത്ത്, സ്നേഹത്തിലായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞ് പിണങ്ങിക്കഴിഞ്ഞാല് ഈ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്നത് അവരെ സ്വർഗത്തിൽ കടത്താതിരിക്കുക മാത്രമല്ല, അതിന്റെ പരിമളം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശഅബാൻ മാസമാണ്, അനുഗ്രഹീതമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അതിന്റെ ചില ദിനരാത്ര, അതിനു വേണ്ടി ഒരുങ്ങാനായിട്ട് ചില രാത്രങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് പരിശുദ്ധമായ ശഅബാൻ. ഈ ശഅബാനിൽ എൻ്റെ പ്രിയമുള്ളവരെ, പുണ്യം കരസ്ഥമാക്കണമെങ്കിൽ പരസ്പരം മിണ്ടാതിരിക്കുന്നവർ അങ്ങോട്ട് കൈ ചേർത്ത് സലാം പറഞ്ഞ് ആ പിണക്കങ്ങൾ മാറ്റിയെടുക്കണം. ഇവർക്കാണ് എൻ്റെ പ്രിയമുള്ളവർ ഈ ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാസം എന്തിന്റെ മാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാ, റജബൻ ഷഹറുല്ലാഹ് വശഅബാന ശഹരി വറമളാന ശഹറു ഉമ്മത്തി. ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തപസ്സിലും താതുരാക്ഷിയിലും തണ്ടപ്പേരിലും തത്രുതിയിലും താമോദരത്തിൽ തപ്പിത്തടഞ്ഞ് തത്വബോധത്താൽ തബലമാക്കി താരമായി മാറിയ മദീനയിലെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ അനുഗ്രഹീതമായ റജബ് മാസമുണ്ടല്ലോ, റജബൻ ഷഹറുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, പരിശുദ്ധമായ റജബ് മാസമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ മാസമായിരുന്നെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുകയാ. രണ്ടാമത്തെ അനുഗ്രഹീതമായ പരിശുദ്ധമായ ശഅബാനിലാണ് നാം നിലകൊള്ളുന്നത്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുകയാ, വശഅബാന ശഹരി. ഈ അനുഗ്രഹീതമായ മാസമുണ്ടല്ലോ, ഈ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളുണ്ടല്ലോ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇത് എന്റെ മാസമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വശഅബാന ശഹരി, ഈ മാസം എൻ്റെ മാസമാണ്, അതുകൊണ്ട് ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് പ്രിയമുള്ളവരെ ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ ശഅബാൻ. ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ ശഅബാനിലെ ധാരാളം സലാത്തുകൾ കൊണ്ട് അലങ്കാരമാക്കേണ്ട മാസമാണ് പ്രിയമുള്ളവരെ. കാരണം എന്തേ? ആദരമാകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതായത് ദിക്റുകളും ദുആകളും സലാത്തുകളും ഇല്ലാത്ത വീടുകളെ എന്താണ് ശവകുടീരങ്ങളാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ കാലോചിതമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിൽ ഇന്ന് നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം.
ഇന്ന് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ശേഷം സിനിമയുടെയും സീരിയലുകളുടെയും അതുപോലെ തന്നെ ഫോണുകളുടെയും കാലമായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ കാലം. ഇവിടെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി എന്ത് നമ്മൾ മനസ്സിലാക്കണം. അതായത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് എത്ര വീടുകളിൽ ഈ വാഖിയ പാരായണം ചെയ്യുന്നുണ്ട്, ദായിമാക്കുന്നുണ്ട്, നിത്യമാക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ സ്വന്തത്തോടെ ഒന്ന് ചോദിക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ശഅബാൻ മാസത്തിലെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഫൽ തനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുക. നിങ്ങൾ ഖുർആൻ പറയുകയാണ് നിങ്ങൾ മത്സരിക്കാൻ. എന്ത് മത്സരമാണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബാദത്തുകളിൽ നിങ്ങൾ മത്സരിക്കുക.